എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ ഇപ്പോൾ ക്ഷണിച്ചു. വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം. ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും അടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്യുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വളരെ പ്രധാനമറിയുന്ന വാർത്ത എടുക്കാം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മാസം 14 വരെയാണെന്നുള്ളവരും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഡിഗ്രി പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ admission.keralauniversity.ac.in എന്ന വെബ്സൈറ്റ്സ് ബാർ FIUGP 2026 എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്കിവിടെ ന്യൂ രജിസ്ട്രേഷൻ ലിങ്കിലൂടെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അപേക്ഷ ചെയ്തു തരണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാകും. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമ്മൾ തന്നെ അപേക്ഷ ചെയ്തു നൽകുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അഡ്മിഷൻ ഷെഡ്യൂൾ നമുക്ക് നോക്കാം. നമ്മൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് മാസം 29 സ്റ്റാർട്ട് ചെയ്തു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആൻഡ് ഫീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ജൂൺ മാസം 14 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത് കാണിക്കുന്നത് ജൂൺ മാസം 15 വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വീണ്ടും പറയുന്നതായിരിക്കും. എൻ്റെ പ്രോസ്പെക്ടസ് മറ്റ് കാര്യങ്ങളുള്ള വിദ്യാർത്ഥികൾക്ക് ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ലഭ്യമാണെന്നുള്ളവരും ശ്രദ്ധയിൽപ്പെടുത്തുന്നു. പിന്നെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് ശ്രദ്ധിക്കണം. പ്രോസ്പെക്ടസ് നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ 2026-2027 ഓൺലൈൻ രജിസ്ട്രേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രോസ്പെക്ടസ് വിശദമായി വായിച്ച ശേഷം മാത്രം ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിക്കുക. ഓൺലൈൻ അപേക്ഷാ ഫോറത്തിലെ എല്ലാ വിവരങ്ങളും വളരെ ശ്രദ്ധാപൂർവം കൃത്യമായി പൂരിപ്പിക്കുക. ഇന്ത്യൻ സിറ്റിസൺ ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളൂ. OCI കാർഡ് ഉള്ളവരോ വിദേശ വിദ്യാർത്ഥികളോ ഈ ഏകജാലക പ്രവേശന സംവിധാനം വഴി അപേക്ഷിക്കാൻ പാടുള്ളതല്ല. ഇന്ത്യൻ പൗരന്മാർക്കല്ലാതെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനുമായി യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ ഗ്ലോബൽ അക്കാഡമിക് സെക്ഷനുമായി ബന്ധപ്പെടേണ്ടതാണ്. രജിസ്ട്രേഷൻ നടപടികളുടെ ആദ്യഘട്ടത്തിൽ ഇത് കുറേ ഉണ്ട്, നമ്മൾ മൊത്തം പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ രജിസ്ട്രേഷൻ നോ എന്നുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളിവിടെ കാണുന്ന നിങ്ങളുടെ SSLC പാസ്, ഇയർ, രജിസ്റ്റർ നമ്പർ, ജെൻഡർ, നാഷണാലിറ്റി, മൊബൈൽ നമ്പറൊക്കെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിവിടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ആയത്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുക. ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിക്കൊണ്ട് ലോഗിൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും ചെയ്യാം. +1 അലോട്ട്മെൻറ്റ് സമർപ്പിച്ച പോലെ തന്നെ, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് മാത്രം. ഇനി ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇൻഡസ് മാർക്കിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇൻഡസ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ കോളേജുകളിലും മുൻവർഷം എത്രയധികം റാങ്കുള്ള വിദ്യാർത്ഥികൾക്കാണ് മുൻവർഷം കോളേജുകളിലേക്ക് സീറ്റ് അലോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ റാങ്ക് ലിസ്റ്റ് വഴി ലഭ്യമാകുന്നതാണ്. എന്തായാലും ജൂൺ മാസം 14 വരെയാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ തന്ന നമ്പറിൽ ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ചെയ്തു തരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയ കാണുന്ന ഫൗണ്ടർ സ്ക്വയർ ഫോർ വാച്ചിങ് ബൈ.